ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായില്ലേ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട്. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ജയ്പൂർ ബ്ലൂ പോട്ടറി ആർട്ടുമായിട്ടാണ്. അതെങ്ങനെ ബോട്ടിലിൽ ചെയ്യാമെന്ന് നമുക്ക് കാണാം. ഇതൊരു ട്രഡീഷണൽ ജയ്പൂർ ക്രാഫ്റ്റായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ തുർക്കിഷ് പേർഷ്യൻ ഒറിജിനാണ്. ഇതിന് ചൈനീസ് പോട്ടറി ആയിട്ടൊക്കെ നല്ല റിസംബ്ലൻസ് ഉണ്ട്. ഈ വർക്ക് ചെയ്തിട്ടുള്ള ഡെക്കറേറ്റീവ് പീസസൊക്കെ കാണാൻ നല്ലൊരു റിച്ച് ലുക്കാണ്, ഒരു റോയൽ ലുക്കാണ്. കൊബാൾട്ട് ബ്ലൂ ആണ് ഇതിന് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത്. ഞാൻ ബോട്ടിലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റും അൾട്രാമറൈൻ ബ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ബേസ് കോട്ട് കൊടുക്കാൻ പോവുകയാണ്. വൈറ്റ് ബേസ് കോട്ടാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ട് സെക്കൻഡ് ലെയർ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അത്. ഇത് തന്നെ നമ്മൾ പഴയ പ്ലേറ്റൊക്കെ ഉണ്ടാവില്ലേ, ആ പ്ലേറ്റിൽ വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ട് ഇതേ ഡിസൈൻ തന്നെ നിങ്ങൾ പ്ലേറ്റിൽ ചെയ്യുകയാണെങ്കിലും ഒത്തിരി എന്താ പറയുക, നല്ലൊരു റിച്ച് ലുക്കുള്ള ഒരു ഡെക്കോർ പീസ് നമുക്ക് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. സ്പോഞ്ച് വെച്ചിട്ട് ഫസ്റ്റ് ബേസ് കോട്ട് അടിച്ചു കഴിഞ്ഞു. ഇത് ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലത്തൊക്കെ കുറച്ച് പെയിൻറ്റ് കുറവുള്ള പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മൾ ഒരു കോട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അത് ബ്രഷ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതാ ബ്രഷ് വെച്ച് കൊടുത്തിട്ട് ഉള്ള ഫൈനൽ ലുക്കാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഡിസൈൻ വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ബേസ് കോട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം വേണം നിങ്ങൾ ഡിസൈൻ വരയ്ക്കാനായിട്ട്. ജയ്പൂർ ബ്ലൂ പോട്ടറി ഡിസൈൻസ് അല്ലെങ്കിൽ പാറ്റേൺ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാറ്റേൺ കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാം. ഞാനത് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. പ്രിൻ്റ് എടുത്തിട്ട് കാർബൺ പേപ്പർ വെച്ച് ബോട്ടിലിലേക്ക് ട്രേസ് ചെയ്തെടുത്തു ഈ ഡിസൈൻ. ഇതിൽ ഈ ബ്ലാക്ക് കാണുന്നില്ലേ, ഈ ബ്ലാക്ക് കാണുന്ന ഭാഗം മൊത്തം നമ്മൾ ബ്ലൂ കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ഡിസൈൻ മാത്രം വരച്ചിട്ട് കണ്ടോ, ഡിസൈൻ കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ബ്ലൂ കളർ കൊണ്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കും. ഫെവിക്രിലിൻ്റെ അൾട്രാമറൈൻ ബ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 00 ബ്രഷാണ് കേട്ടോ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടുള്ള ബ്രഷ് എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് ക്ഷമയോടെ ഇരുന്ന് പതുക്കെ നല്ല വൃത്തിയായിട്ട് ഔട്ട്ലൈനൊക്കെ ട്രേസ് ചെയ്തതിന് മേലെ കൂടെ വരച്ചെടുക്കുക. ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാനിത് സെലക്ട് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസും ബ്ലൂ പോട്ടറിയിൽ കിട്ടും. ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ഈ പിക്ചർ ഉണ്ടല്ലോ, പിക്ചറിന് പുറത്ത് ഗ്യാപ്പ് ഉണ്ടല്ലോ, വൈറ്റ് ഗ്യാപ്പ്, അവിടെ ഫുള്ള് ബ്ലൂ കളറ് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് വർക്ക് ബോട്ടിലേക്ക് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിച്ചുവായ് പെയിൻറ്റിങ്, മധുബാനി പെയിൻറ്റിങ്, അതുപോലെ നമ്മുടെ കേരള മ്യൂറൽ പെയിൻറ്റിങ് ഒക്കെ ബോട്ടിലിൽ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബ്ലൂ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴെ കുറച്ച് വൈറ്റ് ഉണ്ട്, പിന്നെ കുപ്പിയുടെ മുകൾ ഭാഗത്തും കുറച്ച് വൈറ്റ് കളർ ഉണ്ട്. അവിടെ കൂടെ നമുക്കൊരു ഡിസൈൻ വരയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വരയ്ക്കാനായിട്ട് ബോർഡർ ഡിസൈൻസ് നോക്കിയിട്ട്, ഈ ബ്ലൂ പോട്ടറിയിൽ തന്നെ ബോർഡർ ഡിസൈൻസ് ഉണ്ടാവും, അത് നോക്കിയിട്ട് അത് ഇതേപോലെ ഞാൻ കോപ്പി ചെയ്ത പോലെ ട്രേസ് എടുത്തിട്ട് കോപ്പി ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ കോപ്പി ചെയ്യുന്നില്ല, ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ നോക്കി അങ്ങ് വരയ്ക്കുകയാണ്. ഈ ഡിസൈന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല, ഭയങ്കര സിമ്പിളാണെന്ന്. ഇങ്ങനെ ഒരു ലീഫ് പാറ്റേൺ നമ്മൾ കുപ്പിയുടെ താഴത്തെ ബോർഡറിന് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ പാറ്റേണിന് ഒന്നുകൂടെ ഒരു എടുപ്പ് കിട്ടാൻ വേണ്ടി താഴെ ഒരു ലൈനും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ബ്ലൂ കളറിലുള്ള. ഇനി നമുക്ക് മുകൾ ഭാഗത്തും ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കണം. മുകളിൽ കൊടുക്കുന്ന ഡിസൈന് ഞാൻ സെർച്ച് ചെയ്തെടുത്തതാട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ബോർഡർ പല വർക്കിലും ഞാൻ കണ്ടു. അപ്പോൾ ഈ ബോർഡർ നിങ്ങൾക്ക് ഒന്നുകിൽ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുക്കാം. ഞാൻ ട്രേസ് ചെയ്യാനൊക്കെ ഇച്ചിരി മടി ആയതുകൊണ്ട് ഡയറക്റ്റ് വരയ്ക്കുകയാണ്. ഒരു ഫ്ലവർ പെറ്റലിൻ്റെ ഡിസൈനാണ് കേട്ടോ അത്.
അപ്പോൾ നമ്മൾ 2 പെറ്റൽ അടുപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ ബ്ലൂ പെയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇനിയും മേളിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ഡോട്ട് ഡിസൈൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ ഡോട്ട് കൊടുക്കണേക്കാളും മുന്നേ ഈ പെറ്റലിൻ്റെ മേലെ കൂടെ ഞാനൊരു ലൈനും കൂടെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ ബ്ലൂ കളർ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്ന്. പെറ്റലിൻ്റെ മേലെ നമ്മൾ ലൈൻ വരച്ച് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ആ ലൈനും പെറ്റലും തമ്മിൽ ഒരു ഗ്യാപ്പ് കാണാമല്ലോ വൈറ്റ് കളറിൽ. ആ ഗ്യാപ്പിൽ ഫുള്ള് നമ്മൾ ബ്ലൂ പെയിൻറ്റ് കൊടുക്കും. ബോട്ടിൽ നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലൈനും കൂടെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് സ്പേസ് കണ്ടല്ലോ അല്ലേ, അവിടെയാണ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാനൊരു പെൻസിലിൻ്റെ ബാക്ക് യൂസ് ചെയ്തിട്ട് ആണ് ഡോട്ട് ചെയ്യുന്നത്. ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ നെക്ക് ഫുള്ള് ബ്ലൂ കളർ കൊടുത്ത് നമ്മുടെ ഡിസൈൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ ബോട്ടിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡെക്കോർ പീസാണ്. 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡ്രൈ ആയതിനു ശേഷം വാർണിഷ് അടിച്ചു കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹാപ്പി. ബൈ.